നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ കര, നാവിക, വ്യോമസേനകളുടെ നിരീക്ഷണങ്ങൾ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. അവർ ഒരാക്രമണത്തിന് മുതിരുന്നോ എന്നുള്ളതാണ് പാകിസ്ഥാന്റെ ഉറക്കം കെടുത്തുന്നത്. അതായത് രാത്രിയിലും പകലും ഒന്നും ഉറക്കമില്ലാതെ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് കരനാവിക വ്യോമസേനകളുടെ ഒഫീഷ്യൽ അക്കൗണ്ടുകളിൽ കയറി അവർ എന്തെങ്കിലും ചിത്രം പങ്കുവയ്ക്കുന്നുണ്ടോ, എന്തെങ്കിലും ഒരു കുറിപ്പ് പങ്കുവയ്ക്കുന്നുണ്ടോ, ഇതൊക്കെയാണ് ഇങ്ങനെ പാക് പ്രതിരോധ മന്ത്രാലയം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ അതിന് കൃത്യമായ മറുപടി ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയുമാണ്. ഇന്ത്യൻ സേനയുടെ കരുത്ത് പ്രദർശിപ്പിച്ച് നാവികസേനയുടെ പുതിയ സമൂഹ മാധ്യമ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു. ഇതോടുകൂടി വിറളി പിടിക്കുകയാണ് പാകിസ്ഥാൻ. സമുദ്രോപരിതലത്തിലുള്ള കപ്പൽ, അന്തർവാഹിനി, ഇവയ്ക്ക് സമീപം പറക്കുന്ന ഹെലികോപ്റ്റർ എന്നിവ ഒന്നിച്ചുള്ള ചിത്രമാണ് നാവികസേന ഔദ്യോഗിക എക്സ് പോസ്റ്റിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. നാവിക കരുത്തിന്റെ തൃശൂലം, അലകൾക്ക് മീതെ, താഴെ, കുറുകെ എന്നാണ് ചിത്രത്തിന് നൽകിയിരിക്കുന്ന കുറിപ്പ്. അതിപ്രഹര ശേഷിയുള്ള INS കൊൽക്കത്ത, അത്യാധുനിക ലൈറ്റ് ഹെലികോപ്റ്ററായ ധ്രുവ്, ആധുനിക സംവിധാനങ്ങളുള്ള സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനി എന്നിവയാണ് ചിത്രത്തിലുള്ള താരങ്ങൾ. ഇപ്പോൾ വൈറലായിരിക്കുന്ന ചിത്രം നാവികസേനയുടെ പക്കലുള്ള ഫയൽ ചിത്രമാണെന്നാണ് NDTV റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനെതിരെ കടുത്ത നടപടികളാണ് ഇന്ത്യ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് ശേഷമാണ്, അതായത് സിന്ധു നദീജല കരാർ റദ്ദാക്കി, പിന്നീട് ഉറി ഡാം തുറന്നുവിട്ടു. അതിനുശേഷം വ്യോമപാതകൾ പാകിസ്ഥാന് മുന്നിൽ കൊട്ടിയടച്ചു. അതുപോലെ തന്നെ വ്യാപാര പോരിലേക്കും ഇന്ത്യ കടക്കുകയാണ്. അതായത് ഒരു യുദ്ധം എന്നതിനപ്പുറത്തേക്ക് പാകിസ്ഥാനെ വരിഞ്ഞു മുറുക്കുന്നതിനുള്ള പല നീക്കങ്ങൾ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൊക്കെ ചക്രശ്വാസം വലിക്കുകയുമാണ് പാകിസ്ഥാൻ. അതിന്റെ കൂടെയാണ് ഇന്ത്യൻ സേനകൾ പാകിസ്ഥാനെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഓരോ ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ നാവികസേന ഈ പോസ്റ്റ് പങ്കുവച്ചതിന് പിന്നാലെ തന്നെ പാകിസ്ഥാനും അവരുടെ വ്യോമസേന, നാവികസേന എല്ലാം തയ്യാറായി നിൽക്കുന്നു എന്ന് കാണിക്കാനുള്ള ചിത്രവും പങ്കുവച്ചിട്ടുണ്ട്. അനിവാര്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈന്യത്തിന് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് പാകിസ്ഥാന്റെ നെഞ്ചു പിളർക്കുന്നത്. അതായത് സേനകൾ എന്ത് തരത്തിലുള്ള ആക്രമണം പാകിസ്ഥാന് നേരെ നടത്തും എന്നുള്ളതാണ് അവരുടെ ഉള്ളുലയ്ക്കുന്നത്. ഏപ്രിൽ 22-ന് നടന്ന ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ തുടരെ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് സാഹചര്യത്തെയും നേരിടാൻ സുശക്തവും സുസജ്ജവുമാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന നാവികസേന അത്യാധുനിക വിമാനവാഹിനി കപ്പൽ INS വിക്രാന്ത് ഉൾപ്പെടെ സമുദ്രമേഖലയിൽ വിന്യസിച്ചിരിക്കുകയാണ്. സാധാരണയായി നടത്തിവരുന്നതാണെങ്കിലും സംഘർഷ സാഹചര്യത്തിൽ ശ്രദ്ധേയമായിരിക്കുകയാണ് നാവികസേന അഭ്യാസം. പാകിസ്ഥാൻ ആശങ്കയുണർത്തുന്ന വിധത്തിലാണ് ഇന്ത്യൻ നാവികസേന ആയുധ പരീക്ഷണങ്ങൾ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ദീർഘദൂര കപ്പൽ വേധ മിസൈലുകൾ സേന പരീക്ഷിച്ചിരുന്നു. സേനയുടെ ആയുധ സംവിധാനങ്ങളുടെ ക്ഷമതയാണ് പരീക്ഷിച്ചുറപ്പിച്ചത്. ഏത് സാഹചര്യത്തെയും നേരിടാൻ സജ്ജമാണെന്ന് നാവികസേന ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. അതിന് 2 ദിവസം മുൻപ് യുദ്ധക്കപ്പലായ INS സൂറത്തിൽ നിന്ന് 70 കിലോമീറ്റർ പ്രഹരശേഷിയുള്ള മധ്യദൂര മിസൈൽ പരീക്ഷണവും സേന നടത്തിയിരുന്നു. കരുത്ത് വ്യക്തമാക്കി സജ്ജമായ യുദ്ധക്കപ്പലുകളുടെ ചിത്രം ഉൾപ്പെടെ പാകിസ്ഥാന് താക്കീതുമായി ഒരു എക്സ് പോസ്റ്റും ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ നാവികസേന കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു. ഇന്ത്യൻ നാവികസേന ഇപ്പോൾ അന്തർവാഹിനിയുടെയും കപ്പലിന്റെയും ഒപ്പം തന്നെ ഹെലികോപ്റ്ററും പറന്നുയരുന്ന ഒരൊറ്റ ചിത്രം പുറത്തുവിട്ടതോടുകൂടി പാകിസ്ഥാൻ ഇപ്പോൾ ഓടിയിട്ടുണ്ട്. ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്തിയെന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കരയിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന അബ്ദാലി മിസൈലാണ് പരീക്ഷിച്ചത്. 450 കിലോമീറ്റർ ഇതിന് ദൂരപരിധിയുണ്ടെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നു. ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിക്കുമെന്ന് സൂചന കിട്ടിയപ്പോൾ തന്നെ പരീക്ഷണം പ്രകോപനമായി കണക്കാക്കുമെന്ന് ഇന്ത്യൻ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. അതേസമയം പാക് പതാകയുള്ള കപ്പലുകൾ ഇന്ത്യൻ തുറമുഖങ്ങളിൽ നിരോധിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ കപ്പലുകൾ പാക് തീരത്തേക്ക് പോകുന്നതിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഇതിനായുള്ള ഉത്തരവിറക്കി. ഇന്ത്യ സജ്ജമായി തന്നെ നിൽക്കുകയാണ്. യുദ്ധ സാഹചര്യത്തിൽ റൺവേക്ക് പകരം എക്സ്പ്രസ് വേ ഉപയോഗിക്കുന്നതിനുള്ള പരിശോധന യുപിയിലെ ഗംഗ അതിവേഗ പാതയിൽ വ്യോമസേന പൂർത്തിയാക്കിയിട്ടുണ്ട്. ഗംഗ അതിവേഗ പാതയിൽ രാത്രിയിലും യുദ്ധവിമാനങ്ങളുടെ ലാൻഡിംഗ് വ്യോമസേന നടത്തിയിരുന്നു. അഭ്യാസ പ്രകടനത്തിൽ റഫാൽ, സുഖോയ് 30, MiG-29, ജാഗ്വാർ, AN-32
ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് C-130J സൂപ്പർ ഹെർക്കുലീസ് അടക്കം യുദ്ധവിമാനങ്ങൾ പങ്കെടുത്തിരുന്നു. രാത്രി ലാൻഡിംഗും വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. അതുകൂടാതെ അതിർത്തി പ്രദേശങ്ങളോട് ചേർന്ന് വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളുടെ നിരീക്ഷണവും തുടരുകയാണ്. വനമേഖലകളിലടക്കം കർശന പരിശോധന തുടരുന്നതിനൊപ്പം നിയന്ത്രണ രേഖ വഴിയുള്ള നുഴഞ്ഞുകയറ്റത്തിനെതിരെയും അതീവ ജാഗ്രതയിലാണ് ഇന്ത്യൻ സൈന്യം. പടക്കോപ്പുകൾ അതിർത്തി പ്രദേശത്തേക്ക് വിന്യസിച്ച് എന്തിനും തയ്യാറാണെന്ന സന്ദേശം സേന നൽകി കഴിഞ്ഞിട്ടുണ്ട്. പാക് സൈന്യത്തിൽ നിന്നും എന്തെങ്കിലും നീക്കമുണ്ടായാൽ കനത്ത തിരിച്ചടിക്കാണ് നിർദ്ദേശവും കൊടുത്തിരിക്കുന്നത്. ഇതിനിടെ 2023 രജൌരി പൂഞ്ച് ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് ജയിലിലായ 2 ഭീകരരെ NIA ചോദ്യം ചെയ്തു. ജമ്മു ജയിലിലുള്ള നിസാർ അഹമ്മദ്, മുസ്താഖ് ഹുസൈൻ എന്നിവരെയാണ് ചോദ്യം ചെയ്തത്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ ISI ഉൾപ്പെടെ പാക് ഏജൻസികൾക്കുള്ള പങ്ക് NIA നേരത്തെ ശേഖരിച്ചിരുന്നു. പാക് പ്രകോപനം അതിർത്തിയിൽ വീണ്ടും കൂടുകയാണ്. കുപ്വാര, ഉറി, അഗ്നൂർ മേഖലകളിലാണ് പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുന്നത്. പ്രദേശങ്ങളിൽ ശക്തമായ തിരിച്ചടി നൽകിയെന്ന് സേന അറിയിച്ചിട്ടുണ്ട്. പാക് അധിനിവേശ കശ്മീരിലെ ജനങ്ങൾക്ക് യുദ്ധ സാഹചര്യം നേരിടാൻ പാകിസ്ഥാൻ സേന പരിശീലനം നൽകുന്നുണ്ടെന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. 1000-ലധികം മദ്രസകൾ താൽക്കാലികമായി അടച്ചുപൂട്ടിയിട്ടുണ്ട്. സ്കൂളുകളിൽ ക്യാമ്പസ് തുറന്ന് ജാഗ്രതയ്ക്കുള്ള പരിശീലനം നൽകി. പ്രാഥമിക ചികിത്സയടക്കം എങ്ങനെ ചെയ്യാമെന്ന് പരിശീലനം നൽകിയിരിക്കുന്നുവെന്നാണ് വിവരങ്ങൾ. 2 മാസത്തേക്കുള്ള ഭക്ഷണം കരുതാനും ഗ്രാമീണർക്ക് പാക് സേന നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. ശക്തമായ നീക്കത്തിലേക്ക് ഇന്ത്യ കടക്കും എന്നുള്ള ഭയമാണ് ഇപ്പോൾ പാകിസ്ഥാനെ വേട്ടയാടുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളെയെല്ലാം പരിശീലിപ്പിക്കണം, അവര് യുദ്ധ സാഹചര്യം നേരിടാൻ തയ്യാറായിരിക്കണം എന്നൊക്കെയാണ് പാക് ഭരണകൂടം കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ്.